സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കി. SIT 4 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടും. ജാമ്യാപേക്ഷ ഇന്ന് നൽകില്ല. സന്നിധാനത്ത് തെളിവെടുപ്പുണ്ടാകുമെന്ന സൂചനയുമുണ്ട്. ശ്രീ അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, കോടതിയിലേക്ക് എത്തിച്ചോ? കോടതി ആരംഭിക്കുന്ന രാവിലെ 11 മണിക്ക് അരമണിക്കൂർ മുൻപ് തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവുമായി കോടതി പരിസരത്ത് എത്തുകയും കോടതി മുറിയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കോടതി ഈ കേസ് പരിഗണിച്ചു തുടങ്ങിയിട്ട് 20 മിനിറ്റ് സമയം പിന്നിടുകയാണ്. അടച്ചിട്ട മുറിയിൽ തന്നെയാണ് ഇന്നും കോടതി നടപടികൾ. പ്രത്യേകിച്ചും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങളുണ്ട്. രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ ബാധ്യത കോടതിയിൽ മാത്രമാണ് എന്നുള്ളതും കോടതി പരാമർശിക്കപ്പെട്ട സാഹചര്യത്തിൽ അതീവ രഹസ്യമായി തന്നെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. കേസിന്റെ അന്വേഷണത്തിന്റെ തുടർ നടപടികളുടെ ഭാഗമായി 4 ദിവസത്തേക്ക് പ്രതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് SIT കോടതിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ 4 ദിവസം അതല്ലെങ്കിൽ അതിനോട് ഏറ്റവും അടുത്തൊരു ദിവസത്തേക്ക് അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ മുരാരി ബാബുവിനെ വിട്ടു നൽകാനാണ് സാധ്യത. ശബരിമല അടക്കമുള്ള ഇടങ്ങളിലേക്ക് തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന സൂചനകളുണ്ട്. പക്ഷേ അത് ഇന്ന് തന്നെ സംഭവിക്കും എന്നുള്ളതിൽ അവ്യക്തതകളുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരുപക്ഷെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ നിലവിൽ SITയുടെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി നാളെ കൂടി മാത്രമാണുള്ളത്. മറ്റന്നാളിൽ അദ്ദേഹത്തെ തിരികെ ഹാജരാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇരു പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുക, ഒന്നിച്ച് വിവിധയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുക എന്നീ 2 കാര്യങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇന്ന് തന്നെ സംഭവിക്കുക എന്നുള്ളതിൽ അവ്യക്തതയാണ്. എന്തായാലും അരമണിക്കൂർ സമയത്തിനുള്ളിൽ തന്നെ കോടതിയുടെ നടപടികൾ പൂർത്തിയാകും. അന്വേഷണ സംഘത്തിൻ്റെ താല്പര്യത്തിന് അനുസൃതമായി തന്നെ കോടതിയുടെ അനുകൂല വിധി ഉത്തരവുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും മുരാരി ബാബുവിനെ SITയുടെ കസ്റ്റഡിയിൽ വിടാനായിരിക്കും റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുക എന്നാണ് കണക്കാക്കുന്നത്. ശരി.